ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ചെമ്മീൻ പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് മുൻപ് ഞാനൊരു മധുരം വെച്ചിട്ടുള്ളൊരു പോളയായിരുന്നു ചെയ്തിരുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണേ. ഇത് നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റോ ഈവൻ ലഞ്ച് ബോക്സിൽ വരെ കൊടുത്തുവിടാൻ പറ്റിയൊരു പോള റെസിപ്പി ആട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണേ. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ പോളക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ 450 ഗ്രാമോളം ചെമ്മീൻ ഞാൻ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതല്ല, ഒരു ഹാഫ് ആൻ അവർ മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ചെമ്മീനിൽ പിടിക്കത്തക്ക വിധത്തിലൊന്ന് പുരട്ടിയെടുക്കുക. അപ്പോൾ അതിനോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കൂടി പോകരുത്. അപ്പം പിന്നെ അതിൽ ചെമ്മീനിലോട്ട് പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ചെമ്മീനിലോട്ട് നന്നായിട്ട് പൊടികളൊക്കെ പിടിച്ചാൽ കണ്ടോ, ആ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ അതിലായിട്ട് നന്നായിട്ട് അങ്ങ് സ്റ്റിക്കായി നിന്നിട്ടുണ്ട്. കുറച്ച് ഓയിലിൻ്റെ കുറവുണ്ടായിട്ട് ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇതേ എണ്ണയിൽ തന്നെയാണ് ഇനി മസാലകൾ വഴറ്റിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ കൊഞ്ചിൽ നിന്നില്ലേ ഞാനൊരു 5-6 മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ പോളയുടെ ആ മുകൾ ഭാഗത്ത് ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ കാണാനുള്ള ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്കത് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒന്ന് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. കൊഞ്ച് ഫ്രൈ ചെയ്തെടുത്ത് ഇതേ എണ്ണയിൽ തന്നെയാണ് മസാല വഴറ്റിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം ഇഞ്ചിയും അതുപോലെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 4-5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിട്ടൊക്കെ റോ ടേസ്റ്റ് മാറി വരുമ്പോൾ 2 വലിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴറ്റിയിട്ട് വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇല്ലേ ഈ സമയത്ത് ഞാൻ കുറച്ച് കൊഞ്ച് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് ചെറുതാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തലഭാഗവും അതുപോലെ തന്നെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താലുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. മസാലക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്തോളൂ കേട്ടോ. കൊഞ്ചൊന്ന് കുക്കാൻ വേണ്ടി അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളി വല്ലാണ്ടെങ്കിൽ വറ്റി ഉടക്കൊന്നും വേണ്ട കേട്ടോ. ഇത് ഇത്രയും ആയി കിട്ടിയാൽ മതി. ആ കൊഞ്ചൊന്ന് കുക്കാവുന്ന ടൈം. ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറി വരുമ്പോഴേക്ക് നമുക്ക് ഈ കൊഞ്ചില്ലേ അതൊന്ന് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊന്ന് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് വലിയ കൊഞ്ചായതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. ആ ചെറിയ കൊഞ്ചൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യണമെന്നില്ല. അതാ ഞാൻ ഇപ്പോൾ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനും നമ്മൾ മസാല വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോഴേക്ക് പൊടികളുടെ ഒക്കെ റോ ടേസ്റ്റ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്താൽ കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇല്ലേ ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാണ്. മല്ലിയിലയോ കറിവേപ്പില ഏതെങ്കിലും കയ്യിലുള്ളത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അതുപോലെ കുറച്ച് ഗരം മസാലപ്പൊടിയുടെ കുറവ് തോന്നിയിട്ട് അതുകൂടെ ഞാൻ ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ പകുതി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ മസാല. അതിലുള്ള ആ വെള്ളമൊക്കെ വറ്റി നല്ല കക്കം പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് 4-5 മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ആ മുട്ട 4-5 പറയാൻ കാരണം ചിലത് വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ 4 മതിയാവും, ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 5 വേണ്ടി വരും കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് മൈദപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ തന്നെ 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക, വെളിച്ചെണ്ണ ഒഴിക്കരുത്. പിന്നെ കൂടെ തന്നെ 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ലൂസായി പോകരുത്, നല്ല ലൂസും ആവരുത്, എന്നാൽ അധികം തിക്കും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ആക്കിയെടുക്കുക. അതുപോലെ മിക്സിയുടെ ജാറിൽ തന്നെ അടിക്കണം എന്നില്ല. ഒരു ബൗളിൽ ഒഴിച്ചിട്ട് വിസ്ക് വെച്ചിട്ട് ഒന്ന് വിസ്കോ സ്പൂണോ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുതിയ സബ്സ്ക്രൈബ്സിന് വേണ്ടിയിട്ട് കേട്ടോ, ബാക്കിയുള്ളവർ സ്കിപ്പ് ചെയ്തോളൂ. ഏത് പാത്രമാണോ വെക്കുന്നത് അതിനിടയിലിട്ടൊരു ഫ്ലെയിം കൺട്രോളറോ അതല്ലെങ്കിൽ ഉപയോഗിക്കാത്ത തവിയോ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുന്നവരേക്കും കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാറ്റർ ഒഴിക്കുന്നതിന് മുൻപായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. കാരണം മൈദപ്പൊടിയൊക്കെ ചേർത്തതല്ലേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് ഭാഗം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒഴിക്കരുത്, അതിൻ്റെ മേൾഭാഗത്തേക്ക് ബാക്കി വെക്കണം. ഇത് കണ്ടോ, ഇത്രയും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അത് ബാക്കി വെച്ചത് മുകൾ ഭാഗത്തേക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇത് ജസ്റ്റ് ഒന്ന് വലിഞ്ഞു വന്നതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ മസാല വെച്ച് കൊടുക്കാൻ. അപ്പോൾ അതിന് മുൻപായിട്ട് ഒന്നുകൂടെ ഞാനൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് വലിഞ്ഞു വരാൻ. അതാ ഇപ്പോൾ ഇത് കണ്ടോ, ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട്. വല്ലാണ്ടങ്ങ് വലിഞ്ഞു വരികയും ചെയ്യരുത്, എന്നാൽ പിന്നെ ഒട്ടും വലിയാതെ ആവരുത്. ആ രീതിക്ക് വേണം നമ്മൾ മസാല വെച്ച് കൊടുക്കേണ്ടത്.
ഇനി മുഴുവനായിട്ട് ഞാൻ മസാല വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് തട്ടിക്കൊടുത്ത് വെച്ചാൽ കറക്റ്റ് എല്ലായിടത്തും പതിഞ്ഞിരിക്കും കേട്ടോ. ഇനി എല്ലാ ഭാഗത്തും സ്പൂണോ സ്പാച്ചിലോ വെച്ച് ഒന്ന് പതിച്ച് വെക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പതിഞ്ഞിരുന്നോളൂ. ഇനി ബാക്കിയുള്ള ബാറ്റർ ഉണ്ടല്ലോ നമ്മൾ മാറ്റി വെച്ചത്, അത് ഇതിൻ്റെ എല്ലാ വശത്തൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കംപ്ലീറ്റ് അതങ്ങ് കവറായി വരണം കേട്ടോ. വീണ്ടും ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ അങ്ങ് ആയി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് സൈഡ് വശത്തോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ സൈഡ് വശമൊക്കെ അതും അങ്ങ് ഗ്യാപ്പ് അങ്ങ് ഫില്ലായിക്കോളും. ഇനി അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വലിഞ്ഞ് വരുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ബാക്കിയുള്ള ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, കൊഞ്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ വെച്ച് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് മുളക് പൊടി വെച്ച് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടാനുസരണം ചെയ്യാം. പിന്നെ അതുപോലെ ഞാൻ ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ആവശ്യമില്ല. തക്കാളി ഉണ്ടെങ്കിൽ സീഡ്സ് കളഞ്ഞിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മാറ്റി വെച്ച ഈ കൊഞ്ചുണ്ടല്ലോ അതുകൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതുപോലെ പച്ചമുളകും ഞാൻ സീഡൊക്കെ കളഞ്ഞിട്ട് അതിനൊന്നിങ്ങനെ ഇത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തൊന്ന് ചേരിച്ച് ഒരു കാണാനുള്ള ഭംഗിക്ക് ഇതൊന്നും ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതൊരു ഭംഗിക്കും പിന്നെ കഴിക്കുമ്പോൾ അതിങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ സീഡ്സ് എല്ലാം കളഞ്ഞിട്ടുള്ള മുളക് നല്ല ടേസ്റ്റ് കേട്ടോ. ആവിയൊക്കെ കൊണ്ടിട്ട് അത് വെന്ത് വരുമ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്കാക്കി എടുക്കാൻ. അപ്പോൾ ഞാനിത് ടൈം കറക്റ്റ് പറയാത്ര ഓരോരുത്തരുടെ ഫ്ലെയിമിനും ഡിഫറൻറ്റ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടച്ചു വെച്ച് കൊടുക്കാം. ഇനി പറയുന്നതും പുതിയ സബ്സ്ക്രൈബ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇത് കവർ ചെയ്യുന്ന ലിഡിൽ ഗ്ലാസ് ലിഡാണെങ്കിൽ അതിനൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ച് അത് കവർ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് അത് ഞാൻ ടൈം കറക്റ്റ് പറയുന്നത് എൻ്റെ ഏകദേശം 45 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ കറക്റ്റ് ടൈം ഓരോരുത്തരുടെ ഫ്ലെയിമിനും ഡിഫറൻറ്റ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 45 മിനിറ്റോളം തന്നെ ആയിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഫ്ലെയിമിൻ്റെ കറക്റ്റ് ടൈമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തരെയും ഡിഫറൻറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ആദ്യം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ടൈം കറക്റ്റ് പറയാത്തത്. ഇനിയിപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു കൊള്ളി വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ സെൻറ്ററിൽ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്ത് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാനിൽ കുറച്ച് ഗീ വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ആവുന്നതിന് വേണ്ടിയിട്ട് അതേ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ വീണ്ടും ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോഴേ ഒട്ടും കരിഞ്ഞു പോകാതെ ഇതുപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആയി കിട്ടും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഞാൻ അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ ഇത് ഗ്ലാസ് ലിഡായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഗ്ലാസ് ലിഡാണ് വെക്കുന്നെങ്കിൽ അതിൽ ഇതുപോലെ റോൾസ് ഉണ്ടെങ്കിൽ അതൊരു അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അത് ഇതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു പാനിൽ ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്തത് കേട്ടോ. സാധാരണ ഞാൻ വേറൊരു പാനിലാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കന്നെ നമ്മൾ പോള റെഡി ആയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ആവേണ്ട, കാരണം ഓൾറെഡി കുക്കായതാണ്. പിന്നെ ആ മുകൾ ഭാഗം മാത്രം ഒന്ന് മുരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ തിരിച്ചിട്ട് കൊടുത്തതേ ഉള്ളൂ. അത് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടോ നന്നായിട്ടായി വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, വെറുതെ പറയല്ല കേട്ടോ. നമ്മൾ പുഴുങ്ങല റൊട്ടിയൊക്കെ കഴിക്കുന്നില്ലേ, പുഴുങ്ങല റൊട്ടിക്ക് അരിയൊക്കെ കുതിർത്തി അങ്ങനെയൊക്കെ ചെയ്യണ്ടേ. ഇത് അതിലും എളുപ്പമല്ല. അപ്പോൾ നമുക്കൊരു പുഴുങ്ങല റൊട്ടിയൊക്കെ കഴിക്കണമെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന് വിചാരിച്ചാൽ ഇതുപോലൊരു പാനിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ സത്യത്തിൽ. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.